പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കാരൽ സംഘത്തിന് നേരെ RSS പ്രവർത്തകന്റെ ആക്രമണം. 14-അംഗ ക്രിസ്മസ് കാരൽ സംഘത്തെ ആക്രമിച്ച അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. CPIM എന്നെഴുതിയ ബാൻഡ് ഉപയോഗിച്ച് കാരൽ നടത്തിയത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണമെന്നാണ് പരാതി. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് പാലക്കാട് പുതുശ്ശേരി സുരഭി നഗറിലേക്ക് പ്രദേശത്തെ കുട്ടികൾ കരോളുമായി എത്തുന്നത്. ഇതിനിടെ കാളാണ്ടിത്തറ സ്വദേശിയും RSS പ്രവർത്തകനുമായ അശ്വിൻ രാജ് കുട്ടികളെ തടഞ്ഞു നിർത്തി. CPIM എന്നെഴുതിയ ബാൻഡ് ഉപയോഗിച്ച് എന്തിന് കരോൾ നടത്തുന്നു എന്ന് അശ്വിൻ കുട്ടികളെ ചോദ്യം ചെയ്തു. ആക്രമിക്കാൻ ശ്രമിച്ചതോടെ അശ്വിനെ ഭയന്ന കുട്ടികൾ ബാൻഡുകൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. വല്ല പണിക്കും പോയി കുടുംബം നോക്കട ചാണകമേ. 10-13 വയസ്സുള്ള കുട്ടികള് അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചെയ്ത ഒരു കാര്യം, അവിടെ ജാതി മതം വർണ്ണം വർഗം ഒന്നുമില്ല, ആ ആഘോഷങ്ങളാണ് അവൻ തല്ലി തകർത്ത് എന്നുള്ളതാണ്. അവന് ഒരുപാട് കേസുകൾ ഉണ്ടാവും കേട്ടോ. നിലവിൽ അവൻ കാപ്പ ചുമത്തപ്പെട്ട ഒരു ക്രിമിനലാണെന്നുള്ളതാണ്. അതും കയ്യിൽ വെച്ചുകൊണ്ട്, ആ അവാർഡും കയ്യിൽ വെച്ചിട്ടാണ് അടുത്ത കലാപരിപാടി എന്നുള്ളതാണ്. ഏകദേശം 4ാമത്തെ വർഷമാണ് അടുപ്പിച്ച് പാലക്കാട് ജില്ലയിൽ ഇമ്മാതിരി പേക്കൂത്തുകൾ കാണുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ സ്കൂളുകളിൽ കയറിയിട്ട് പുൽക്കൂടുകൾ തകർക്കുക, പിന്നെ ആഘോഷിക്കുന്ന ആളുകളെ തല്ലുക. അങ്ങ് UP ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട്, അറിഞ്ഞോ? റോഡ് സൈഡുകളിൽ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ അവർ അവസാനിപ്പിച്ചിരിക്കുന്നു. ഹിന്ദുക്കളുടെ കടയിൽ മുസ്ലിങ്ങൾ ജോലിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കട അടിച്ചു പൊളിക്കുന്നു. അതേപോലെ മുസ്ലിങ്ങളുടെ കടയുടെ പേര് ഹിന്ദു നാമങ്ങൾ ഉണ്ടെങ്കിൽ അത് തകർക്കുന്നു. പണ്ട് അങ്ങ് UP മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ ആരും മിണ്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ദളിതരെ നേരെ അവർ കയ്യോങ്ങിയപ്പോഴും ഇവിടെ ആരും മിണ്ടിയില്ല. പള്ളികൾ തകർത്തപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം വന്നപ്പോ അവർ കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പാസ്റ്റർമാരെ തല്ലി തകർത്തപ്പോ കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കേരളത്തിലേക്കും കൂടി അവരെത്തി. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരെയും മരത്ത് തല്ലാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു സീറ്റ് കിട്ടിയപ്പോഴേക്കും അവർ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് UP പോലെ ആവില്ല എന്നുള്ളതാണ്. UP കുറിച്ച് പറയാൻ മറന്നുപോയി. UP ക്രിസ്മസ് ആഘോഷം പാടില്ല, സ്കൂളുകൾക്ക് അവധിയൊന്നുമില്ല. ആകെ ഉള്ളത് വാജ്പേയിയുടെ എന്തോ ജന്മശതാബ്ദിയോ അങ്ങനെ എന്തോ ഒരു പരിപാടി, അന്ന് മാത്രം ഈ പരിപാടി മതി. അതുവരെ നിങ്ങളൊന്നും ചെയ്യണ്ട, പള്ളികൾ മൂടിയിടുന്ന പരിപാടി. ഈ കേരളത്തിലും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്, ഓണം, വിഷു, പെരുന്നാള് എല്ലാം ആഘോഷിക്കാറുണ്ട്. നബിദിനത്തിന് എന്റെ വീട്ടിൽ തോക്കം പോലും ഉണ്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ BJP വളരും തോറും അതൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. ഒരു RSS ഒരു ചെറിയ പയ്യനാ, അവന്റെ ലൈഫാണ് ഈ കളയാൻ പോകുന്നത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അവനൊരു പിടുത്തമില്ല എന്നുള്ളതാണ്. ഈ കൊടി പിടിച്ച് നടക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, അവർക്കൊരു പ്രത്യേക ഭ്രാന്ത് വരാനുണ്ട്. ആ ഭ്രാന്തിൽ ചെയ്യുന്നതാ. ആ ഒന്നും അറിയാത്ത കുട്ടികൾ എന്ത് പിഴച്ചു എന്നുള്ളതാ. കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് അശ്വിൻ ബാൻഡുകൾ തല്ലി തകർത്തു. ഈ സാധനം ഇതിനകത്ത് CPM എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അടിച്ചോടിക്കാൻ ശ്രമിക്കുകയും ഇവരുടെ ബാൻഡ് അവിടെ ഇട്ടിട്ട് ഇവർ ഓടിയപ്പോൾ അതിനെ ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പരാതി ലഭിച്ചതോടെ കസബ പോലീസ് അശ്വിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. വധശ്രമത്തിന് ഉൾപ്പെടെയാണ് അശ്വിനെതിരെ പോലീസ് കേസെടുത്തത്. നിരവധി കേസുകളിലെ പ്രതിയായ അശ്വിനെതിരെ പോലീസ് നേരത്തെ കാപ്പ ചുമത്തിയിരുന്നു. RSS പ്രവർത്തകന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പുതുശ്ശേരിയിൽ ഇന്ന് DYFI പ്രതിഷേധ കരോളും സംഘടിപ്പിക്കും. ഇന്ന് രാത്രി അവിടെ പ്രോഗ്രാം നടന്നു എന്നുള്ളതാണ്. പ്രതിഷേധം അറിയിക്കുക തന്നെ വേണം. ഇവിടെ നമ്മൾ എല്ലാതും ആഘോഷിക്കും, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഞങ്ങൾക്ക് ജാതി മതം വർണ്ണം വർഗം ഒന്നുമില്ല, ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അത് തകർക്കാൻ, ഇത് മതേതര രാജ്യമാണെന്ന് വെറുതെ പറയുന്നത്, ജനാധിപത്യ രാജ്യമാണ് എന്നും പേപ്പറിൽ മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. അവർക്ക് എന്നാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് അന്ന് കാണാം. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ അത്യാവശ്യം സീറ്റൊക്കെ കിട്ടിയല്ലോ അല്ലെ. അഹങ്കാരം കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെ ഇവർ എന്തിനാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധവുമില്ല. ഇനി ആ കുട്ടികളുടെ വാക്കാത്ത് ഞാൻ കേൾപ്പിക്കാം. ഞങ്ങളവിടെ കരോളിന് പോയപ്പോൾ ഞങ്ങളുടെ ബാൻഡിലെ CPM കണ്ട ഈ ബോർഡ് കണ്ടിട്ട് ഞങ്ങളവിടെ ആൾക്കാർ പൈസ തരാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളവിടെ നിന്ന് തല്ലി തരുന്നു. നിങ്ങൾ ഈ ബാൻഡ് എവിടെ എടുത്തത്? അവർ പാർട്ടി ഓഫീസിൽ കരോളിന് വേണ്ടി പോവുകയായിരുന്നു. ആരോ തല്ലിയത്? അശ്വിന് പറഞ്ഞ ഒരാളായിരുന്നു. ബാക്കി കുറെ പേരുണ്ട്, ഞങ്ങൾ എണ്ണം നോക്കിയില്ല. കുറെ ആളുകൾ ചേർന്നിട്ട് അത്ര കുട്ടികളെ തല്ലിയിട്ടുള്ളത്. ഇതിലെന്താ കാര്യം വെച്ചാൽ CPIM എന്ന് എഴുതിയിട്ടുള്ള ഒരു കരോൾ സെറ്റിന്റെ മുകളിൽ അവർ കൊട്ടിപ്പോണത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ അവർ നോക്കി എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. അതായത് പാർട്ടി ഓഫീസിൽ കാലങ്ങളായിട്ട് ഇരിക്കുന്ന കുറച്ച് കരോൾ സെറ്റുകൾ ഇത് കുട്ടികൾ വന്ന് ചോദിച്ചപ്പോ എന്തായാലും അവിടെ കിടന്ന് നാശാവണ്ട എന്ന കരുതി അവർ എടുത്തു കൊടുത്തതാ. അവരത് കൊട്ടി അതിന് കിട്ടുന്ന കുറച്ച് പൈസയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നാനാവില്ലേ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഇപ്പൊ ചോഴിയും പിള്ളേരും ഈ പിന്നെ ക്രിസ്മസിന് ഈ സംഭവമൊക്കെ നമ്മളും കുറെ നടന്നിട്ടുള്ള ചെറുപ്പത്തില്. പിന്നെ നമ്മളതൊക്കെ നിന്ന് അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അല്ലെ. എല്ലാവരും ജാതി മതം ഒന്നും നോക്കിയിട്ടൊന്നല്ല, അതൊക്കെ ആഘോഷങ്ങളിൽ പെട്ടതാ. മലയാളികളുടെ പ്രത്യേകത തന്നെ ഇതാണെന്നുള്ളതാണ്. ഒരു ആഘോഷം കാണുമ്പോൾ അതിൽ പങ്കാളിയാവുക എന്നുള്ളത്. അതിൽ ജാതി മതം ഒന്നും നമ്മൾ ഇടകലർത്താറില്ല. പക്ഷെ ഈ RSSകാർ ഇത് കാണിച്ചു കൂട്ടുമ്പോൾ എന്ത് വലിയ അപകടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരിങ്ങനൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇവരൊക്കെ എങ്ങനെയാണോ ജയിക്കുന്നത്? അങ്ങ് UP നോക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക് നോക്ക്. സുരേഷ് ഗോപി പറയും UP എന്ന് പറയുന്നുണ്ടല്ലോ, UP ആണ് അടിപൊളി. UP പോയി നിൽക്ക് നിങ്ങളൊക്കെ. UP വളരെ മോശമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 4 റോഡ് കാണിച്ചിട്ടാണ് ഈ പറയുന്നത്. എന്ത് സമാധാനം അവിടെ ഉള്ളത്? അവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും എന്തെങ്കിലും സമാധാനം ഉണ്ട്? ദളിതർക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ട്? ഒന്നുമില്ല. അതെല്ലാം കിട്ടുന്ന കേരളത്തില. എന്നിട്ടും കുറെ എണ്ണം പഠിക്കുന്നില്ല. ആ
കാവിച്ചരടും കൈ കെട്ടിട്ട് ഇമാതിരി ഉടത്തരം കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാ. ഇനി ഇതിനൊക്കെ ശശികല ഏത് രീതിയിലാണോ പറയാ? ശശികല മേഡം ഉണ്ടല്ലോ, അത് പറയും. ഇപ്പോ എന്തായാലും ആ നാട്ടിലുള്ള ഒരാളുടെയും കൂടി ഒരു പ്രതികരണം കേൾക്കാം. ഇതിലെന്താണ് സംഭവിച്ചത്? വളരെ ചെറിയ കുട്ടികളാണ്, ഏതാണ്ട് 13 വയസ്സുള്ള കുട്ടികൾ. കാലങ്ങളായിട്ട് നമ്മുടെ ഇവിടെ പാർട്ടിയുടെ ബാൻഡായിട്ട് സാധനങ്ങൾ ഇവിടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. അവർ മുൻകാലങ്ങളിലും അതുപോലെ തന്നെ 1-2 ടീമുകളൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കാറുണ്ട്. ഇവിടെ വെറുതെ ഇരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും വന്ന് ചോദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം വേറെ ഒരു പരിപാടിയിലായിരുന്നു. വളരെ ഒരു 13 വയസ്സുള്ള ഒരു 10-25 പിള്ളേർ, നമ്മളെ ചെറിയ വളരെ കുട്ടികൾ. അവർക്ക് രാഷ്ട്രീയം എന്താണെന്നോ അല്ല ഈ തല്ലിയ ആളുകളുടെ രാഷ്ട്രീയം എന്താണെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ്. അവർ രാഷ്ട്രീയ ഇതുമായിട്ട് പോയപ്പോൾ നമ്മളെ ബാൻഡിനകത്ത് CPIM എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് ഈ സാധനം വാങ്ങുകയും അത് ചവിട്ടി പൊട്ടിക്കുകയും ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പൈസ തരാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിളിച്ചിട്ട് പോയിരുന്നത്. അവരെ ഈ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പോകുന്ന ആളുകളാണ്. ഈ RSSന്റെ ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. കൃത്യമായി ഇതിന് മുന്നും ഇവിടെ RSSന്റെ പേരിൽ അടിപിടി ഉണ്ടാക്കിയിട്ട് കേസുള്ള ആളുകളാണ്. ഓക്കെ, എന്തുവാടേ, ഇവർക്ക് ഒരു ബോധവും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണെന്നുള്ളതാണ്. ഇനിയെങ്കിലും എന്റെ പൊന്നു മനുഷ്യന്മാരെ, അവർക്ക് വോട്ട് ചെയ്യണ സമയത്ത് ഇതൊക്കെ ഒന്ന് പരിഗണനയിൽ വെക്കുക. അന്ന് മുസ്ലിങ്ങളുടെ നേരെ ഒരുപാട് ആക്രമണം അഴിച്ചുവിട്ടതാ, ആരും ഒന്നും മിണ്ടിണ്ടായിരുന്നില്ല. ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ നേരെയും കൂടി അത് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും വാ തുറക്ക്, തലച്ചോറൊന്ന് പ്രവർത്തിപ്പിക്കുകയും നടന്ന് ചിന്തിക്കാനുള്ള കുറച്ച് ശേഷിയെങ്കിലും വേണം എന്നുള്ളതാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്താണ് ആ കുട്ടികൾ ചെയ്ത തെറ്റ്? അവരാഘോഷിക്കുന്നു. ആഘോഷത്തിൽ അവർക്ക് കിട്ടുന്ന തുച്ഛമായ ആ ഒരു പൈസയിൽ നിന്നും അവർ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുക, എത്രയേ ഉണ്ടാവുള്ളൂ. അതുപോലും തല്ലി തകർത്ത് ആ സാധനമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും അവന് വധശ്രമത്തിന് കേസുണ്ട്, പോക്സോ കേസ് വേറെ വരും. അത്യാവശ്യം നല്ല 8ന്റെ പണി ഇനി അകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ആയിക്കോളും എന്നുള്ളതാണ്. ഇപ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനിൽ അത്യാവശ്യം കുറെ ഇടങ്ങളിൽ BJP വന്നിട്ടുണ്ട്. എല്ലായിടങ്ങളിലും നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കണം, നല്ലതാ. ഇപ്പൊ എടപ്പാളോട്ടം എല്ലാവർക്കും അറിയാമല്ലോ. അന്ന് ആ എടപ്പാളോട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ച ഒരു സഖാവാണ് ഞാന്. ഇന്ന് ആ ഒരു പേരൊക്കെ വെറുതെ ആയി പോയി എന്നുള്ളതാ. കാരണം എടപ്പാൾ പഞ്ചായത്തിലെ ഏകദേശം 4-5 വാർഡിൽ BJPക്കാർ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതായി. ഇവർ UP കുറിച്ചിട്ട് മറ്റു കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ വാർത്ത കാണുന്ന സമയത്ത് അടിയിൽ വന്നൊരു കോമഡി ഞാൻ കാണിച്ചില്ല. കോമഡി, യോഗി ആദിത്യനാഥിനെ പശു പിന്നാലെ ഓടിച്ചു മറച്ചിട്ടു എന്നൊക്കെ പറയുന്നത് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദൃശ്യങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഗോരഖ്പൂരിലെ ഒരു പരിപാടി, ഒരു ഫ്ലൈ ഓവർ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് അവിടെ വരുമ്പോൾ അവിടെ ഒരു പശു ഈ യോഗി ആദിത്യനാഥിനെ നേരെ പാഞ്ഞെടുക്കുന്നു. സുരക്ഷാ ജീവനക്കാർ ആ പശുവിനെ തടയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉദ്ഘാടന വേദിക്ക് മുന്നിലെത്തിയ യോഗി വാഹനത്തിൽ നിന്നിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഒരു പശു ഓടിയടുക്കുകയായിരുന്നു. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാധവ് അല്ലേ, മാധവ് ഒന്ന് നമസ്കരിക്കാൻ ഒന്ന് ഉമ്മ ഒക്കെ വന്നതാവും. ആ ജാണകൊക്കെ ഒന്ന് ഇട്ടൊന്ന് മെഴുകി തരാൻ വന്നതാവും. അതിനെന്തിനാ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓടിക്കുന്നത്? എന്തായാലും ഇങ്ങനെ കാറിന്റെ അകത്തിരുന്ന് ഡയലോഗ് അടിക്കുന്ന ഗോമാതാ പ്രേമികളുണ്ടല്ലോ, തെരുവിലേക്കൊന്ന് ഇടയ്ക്ക് ഇറങ്ങി നോക്കിയാൽ മതി. അപ്പൊ അറിയാം ഇങ്ങനെ വന്ന് കുത്തി മലർത്തി അങ്ങ് പോണ കുറെ ഗോമാതാക്കന്മാരുണ്ട് എന്നുള്ളത്. അവിടെ UPയിലൊക്കെ ഇവര് ഗോസംരക്ഷണത്തിന്റെ പേരും പറഞ്ഞിട്ട് കുറെ പശുക്കളെ കൊടുത്തിട്ട് മൂലക്കെട്ടിരുന്നു. ഒക്കെ ചത്ത്, റോട്ടിലൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. പിന്നെ നടന്ന് കൊത്തി മറച്ചിടുന്ന ആൾക്കാരെ, ഒരു ബോധമില്ലാത്ത ഭരണകൂടം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്തായാലും പാലക്കാടിൽ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്, നാളെ മറ്റുള്ള ജില്ലകളിൽ സംഭവിക്കും. സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോ, ഞാൻ പറഞ്ഞ വാക്ക്. എത്ര നാളുകളായേറെ ഇവരിത് തുടങ്ങിയിട്ട്. ഇത് അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നു. കണ്ടില്ലേ, ഈ ഒരു സാധനം കൊണ്ട് കഴിയും, പക്ഷെ ചെയ്യുന്നില്ല. കുറെ ആളുകൾ അങ്ങ് പോയി പൊട്ടക്കിണറ്റിൽ വീഴണ പോലെ വീഴാണ്. വിവരം വിദ്യാഭ്യാസം കണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കും എന്നുള്ളതാണ്. ഇവിടെ ആരെന്ത് ആഘോഷങ്ങൾ ആഘോഷിച്ചാലും, ഇവിടെ ആരെന്ത് ഭക്ഷണം കഴിച്ചാലും, ആരെന്ത് വസ്ത്രം ധരിച്ചാലും ഇവർക്ക് എന്താ പ്രശ്നം എന്നുള്ളതാ. ഇവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ളത്. സമാധാനത്തോടു കൂടി പോയിരുന്ന നാട് ഒരൊറ്റ ദിവസം കൊണ്ട് ആ നോട്ട് നിരോധനത്തോട് കൂടിയിട്ട് അട്ടം നോക്കി നടക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ആധാർ കാർഡും ലിങ്കിങ്ങും മറ്റേതും തേങ്ങയും പറഞ്ഞിട്ട് അടുത്ത പണി, അങ്ങനെ പണിയോട് പണി തന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത വീണ്ടും ആ പൊട്ടക്കിണറ്റിലേക്ക് പോയി വീഴുന്നു. ക്രിസ്മസും ഓണവും ബക്രീദും പെരുന്നാളും നബിദിനും ഒക്കെ ഞങ്ങൾ ആഘോഷിക്കും. ഏതവനാടാ തടയാൻ വരുന്നത്? ഞങ്ങളൊന്ന് കാണട്ടെ.
ആഘോഷിക്കുക തന്നെ ചെയ്യും. അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.